സ്ത്രീയെ അവളുടെ നിലവിളി കണ്ട് കർത്താവ് യേശുക്രിസ്തു എന്ന് ആ മഞ്ചത്തിൽ തൊട്ടു. മഞ്ചം ചുമക്കുന്നവർ നിന്നു. കർത്താവ് പറഞ്ഞു, ബാല്യക്കാരാ എഴുന്നേൽക്ക്. ആ നിമിഷം തന്നെ ആ ബാല്യക്കാരൻ മരിച്ച് അടക്കാൻ കൊണ്ടുപോകുക. ആ ബാല്യക്കാരൻ ചാടി എഴുന്നേറ്റു, അമ്മയോട് സംസാരിച്ചു. അമ്മയുടെ സന്തോഷം ഒന്ന് കാണണം. ഇത്ര നേരം ദുഃഖം കൊണ്ട് കണ്ണുനീര് വീണതെങ്കിൽ ഇപ്പോൾ അവൾ സ്വന്തം മകനെ ഉയർപ്പിച്ചു കിട്ടിയ സന്തോഷത്താൽ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നത് നമ്മൾ കാണുന്നു. യേശുക്രിസ്തു ആ മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് നമ്മൾ വിശുവിശേഷത്തിൽ വായിക്കുന്നു. പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു മരണത്തിന്മേൽ അധികാരമുള്ളവനാണ്. അതുകൊണ്ടാണ് മരിച്ച രോഗിയെ, മരിച്ചടക്കാൻ കൊണ്ടുപോയ യൗവനക്കാരനെ ഉയർപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചതായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ലാസർ എന്ന് പറഞ്ഞ വ്യക്തി കർത്താവിന്റെ കൂട്ടുകാരനായിരുന്നു. ആ വ്യക്തി മരിക്കുമ്പോൾ കർത്താവ് അവിടെ ഇല്ല. 4 ദിവസം കഴിഞ്ഞ് വന്നിട്ട് സഹോദരിമാരെല്ലാം, അവർക്ക് 2 സഹോദരിമാർ, അപ്പനും അമ്മയും ഉള്ളതായിട്ട് ബൈബിളിൽ വായിക്കുന്നില്ല. 2 സഹോദരിമാർ. ആ സഹോദരന്മാർ നിലവിളിക്കുക, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഞങ്ങളെ സംരക്ഷിക്കേണ്ട, ഞങ്ങളെ സൂക്ഷിക്കേണ്ട, ഞങ്ങളെ വിവാഹം ചെയ്ത് അയക്കേണ്ട, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരിമാർ വിലപിക്കുന്നു, നിലവിളിക്കുന്നു. കർത്താവ് പറഞ്ഞു, വിഷമിക്കേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനെ അടക്കിയത് എവിടെയാണ് കാണിച്ചു തരാൻ പറഞ്ഞു. ഇവരെല്ലാരും ഓടി. പലരും കുറ്റം പറഞ്ഞു, ഇവനെന്താണ്, കർത്താവിനെന്താ, മരിച്ച വ്യക്തി 4 ദിവസമായി നാറ്റം വെച്ചു. സഹോദരിമാരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വാ മക്കളെ, അവനെ വെച്ചത് എവിടെയാന്ന് കാണിച്ചു തരൂ. അവർ കല്ലറവാതിക്കൽ കൊണ്ടുവന്നു. കർത്താവിനോട് പറഞ്ഞു, കർത്താവ് നാറ്റം വെച്ചല്ലോ, ഇനി എന്തേലും പ്രതീക്ഷിക്കാനുണ്ടോ? ദുഃഖാർത്ഥരായ ആ സമൂഹത്തെ, ആ സഹോദരിമാരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി, സന്തോഷിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ഒരു അത്ഭുതത്തോടെ ചെയ്യുകയാണ്. ലാസറെ പുറത്തു വാ. മരിച്ചടക്കപ്പെട്ട 4 ദിവസമായ ലാസർ ദേ ജീവനോടെ പുറത്തു വന്നു. കർത്താവിടെ മതം സ്ഥാപിക്കുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ സംസ്കാരങ്ങളെ തച്ചുടയ്ക്കുകയാണോ ചെയ്തത്? അല്ല. നീറിപ്പിടയുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി, ദുഃഖിക്കുന്നവർക്ക് വിടുതൽ നൽകി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ്, മരണത്തിന്മേൽ അധികാരമുള്ള കർത്താവ്, ഭൂതത്തിന്മേൽ അധികാരമുള്ള കർത്താവ്. ഇനിയും കർത്താവിന്റെ അധികാരം, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു കർത്താവിനെ നമ്മൾ കാണുന്നു. കാരണം ശിഷ്യന്മാരും കർത്താവും എല്ലാവരും കൂടെ ഇങ്ങനെ തോണിയിൽ സഞ്ചരിക്കുകയായിരുന്നല്ലോ. അപ്പോഴത്തേനും അമരത്ത് തലയണ വെച്ച് കർത്താവ് ഉറങ്ങുന്നു, ശിഷ്യന്മാരൊക്കെ തുഴയുന്നു. അപ്പോൾ കാറ്റും കോളും കടൽ തിരമാലകൾ ഹുങ്കാര ശബ്ദത്തോടെ ആഞ്ഞടിക്കുന്ന ആ സന്ദർഭം. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, അയ്യോ, നീ എന്താ ഉറങ്ങുന്നത്? ഞങ്ങളെ കുറിച്ച് ഒരു വിചാരവും ഇല്ലയോ നിനക്ക്? കർത്താവ് അവരെ വഴക്ക് പറഞ്ഞു, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാന്ന് പറഞ്ഞു. കാറ്റടങ്ങി, കടൽ ശാന്തമായി. നമ്മള് സുവിശേഷങ്ങളിൽ വായിക്കുന്നല്ലേ യേശു കർത്താവിനെ കുറിച്ച്. കണ്ടോ, തന്റെ ശിഷ്യന്മാരുടെ ആ വലിയ അപകടത്തിൽ നിന്നും, അവർ ആഴക്കടലിൽ മുങ്ങിച്ചാഴേണ്ട ആ ശിഷ്യന്മാരുടെ അവരുടെ പ്രയാസങ്ങളിൽ ദൈവം അവരെ വിടുവിച്ചു. പ്രിയരെ, കർത്താവ് യേശു ക്രിസ്തു ഒരു മതസ്ഥാപന, രാഷ്ട്രസ്ഥാപകനല്ല, തത്വജ്ഞാനിയല്ല, മറിച്ച് പാപികളെ സ്നേഹിപ്പാൻ വന്ന പരിശുദ്ധനായ ദൈവം, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, വേദനകളിൽ ആയിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ, സന്തോഷം കൊടുക്കാൻ, സമാധാനം കൊടുക്കുവാൻ വന്ന ദൈവം.